നിർണായകമാകുന്ന ചില കൂടിക്കാഴ്ചകൾ, നീക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ ഇതൊക്കെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചിരിക്കുകയാണ് നിയുക്ത പയ്യന്നൂർ MLA TK ഗോവിന്ദൻ. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം എന്ന് TK ഗോവിന്ദൻ പറയുന്നു. പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ CPM-ന് കനത്ത തിരിച്ചടി നൽകിയ TK ഗോവിന്ദനെ അഭിനന്ദിക്കുന്നുവെന്ന് ചെന്നിത്തലയും വ്യക്തമാക്കി. തളിപ്പറമ്പിന്റെ ചരിത്രത്തിൽ, പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ CPM-ന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ വിജയമാണ്. മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പം മാർക്സിസ്റ്റുകാരുടെ മനമറിഞ്ഞ് ഒരു തീരുമാനമെടുത്ത ഗോവിന്ദൻ മാസ്റ്ററെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വന്നത് ഞങ്ങൾക്ക് നേട്ടമായി. ഓക്കെ സാർ. ഇല്ല, വിശേഷം പറയാനില്ല. ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് UDF നേതാക്കൾ പ്രത്യേകിച്ചും രമേശ് ജിയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഞാനവിടെ വന്നു, 4 യോഗത്തിൽ എൻ്റെ മണ്ഡലത്തിൽ വന്നു, പ്രചരണത്തിന് വേണ്ടി വന്നു, 4 യോഗത്തിൽ പങ്കെടുത്തു. ആ നിലയിൽ ആദ്യമേ വലിയ സപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് അവർ പാർട്ടിയും രമേശ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് എൻ്റെ അത് അവർ അത് CPM-ൻ്റെ നിലപാട്. ഞാനിപ്പോൾ CPM-ലില്ലല്ലോ, ഞാനിപ്പോൾ UDF-ൻ്റെ ഭാഗമാണ്. UDF എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴെൻ്റെ നിലപാട്. തീർച്ചയായിട്ടും ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഇനി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെറുതെ മാഷ കുഴപ്പമില്ലാതെ. ഓക്കെ മാഷ, ഓക്കെ ഓക്കെ. പയ്യന്നൂരിൽ ചരിത്രം തിരുത്തിക്കൊണ്ടായിരുന്നു അവിടെ CPM-ന്റെ മുൻ നേതാവ് കൂടിയായിരുന്നു TK ഗോവിന്ദൻ വിജയിച്ചു കയറിയത്. അതിനുശേഷം ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.